അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ ചരിത്രപണ്ഡിതന്മാരുമായിട്ടും ഞങ്ങൾ ചർച്ചകൾ നടത്തിയത്. അവരെല്ലാവരും തന്നെ ഈ ഒരു ആശയത്തോട് യോജിക്കുകയും അവരിവിടെ ഇതിനെക്കുറിച്ചുള്ളൊരു അവരവരുടെ സ്വന്തം നിലയിൽ നിന്നുള്ള അവതരണം നടത്താനായിട്ട് തയ്യാറാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു അവതരണങ്ങളുടെ ഒരു പദ്ധതിയാണ് നമുക്ക് ഇന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊഫസർ NGS നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, പ്രത്യേകിച്ച് കോഴിക്കോട്ടിലുള്ള ജനാവലിക്ക് കൃത്യമായിട്ട് അറിയുന്ന പോലെ, ഒരു പൊതു ബുദ്ധിജീവി എന്നുള്ള നിലയിൽ നിരവധി കാര്യങ്ങൾ സാഹിത്യം മുതൽ ഒരു പക്ഷേ ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയം അടക്കമുള്ള കാര്യങ്ങളും വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് പോന്നിരുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ആ കാഴ്ചപ്പാടുകളുടെ ഒരു ചർച്ചകൾ നടത്തുന്നുകൊണ്ടിരിക്കെ തന്നെ കേരള ചരിത്രത്തിന്റെ, പ്രത്യേകിച്ച് ഇത് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം അതിലപ്പുറമുള്ള കാലത്തുണ്ടാകുന്ന കേരള ചരിത്രത്തിൽ മുഴുവനും തിരുത്തി എഴുതി അതിനൊരു ദിശാബോധം നൽകാനും ശാസ്ത്രീയമായിട്ടും അതുപോലെ തന്നെ ഇന്ന് നിലവിലുള്ള ചരിത്രപരമായിട്ടുള്ള രീതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അതുവരെ നിലനിന്നു പോകുന്ന നിരവധി പ്രക്രിയകളെ കുറിച്ച് പലതരത്തിലുള്ള ആശയപരമായിട്ടുള്ള സംഘർഷങ്ങളെ കുറിച്ച് കൃത്യത വരുത്താൻ ഒക്കെയുള്ളൊരു ശ്രമം പ്രൊഫസർ NGS ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിലെ നല്ലൊരു ശതമാനം, യഥാർത്ഥത്തിൽ അതിൽ നല്ലൊരു ശതമാനം അദ്ദേഹം എഴുതിയ, മലയാളത്തിൽ എഴുതിയ ലേഖനങ്ങൾ, നമ്മുടെ കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ചെലുകൾ പോലുള്ള ആദ്യകാല കൃതികളിൽ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ഇംഗ്ലീഷിലാണ് എന്നുള്ളതും അവ ഗവേഷണ പ്രബന്ധങ്ങളുടെ രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ ഗവേഷണ പ്രബന്ധങ്ങളിൽ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന്റെ ഒരു സാരാംശം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അത് അത്തരത്തിലുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ, അതിന്റെ ആ സാരാംശം എന്ന് പറയുന്നത് സാധിക്കുമെങ്കിൽ ഒരു സമാധാനം എന്നുള്ള രീതിയിൽ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതും ആദ്യം തന്നെ ഞങ്ങളോട് പറയുക. ആ ഒരു സാഹചര്യത്തിൽ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ വരുന്ന ഈ പറയുന്ന പ്രബന്ധങ്ങൾ ഈ പറയുന്ന ഒരു പൊതു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള നിലപാടുകളിൽ നിന്നുകൊണ്ടുള്ള ഒരു അവതരണമായിരിക്കും നടത്തുക. അതിൽ ആദ്യം അവതരിപ്പിക്കുക പ്രൊഫസർ കേശവൻ വെളിക്കാട്ടാണ്. അദ്ദേഹം കേരള ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ NGS വഹിച്ച പങ്കിനെ കുറിച്ച് അദ്ദേഹം എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയത്, എങ്ങനെയാണ് അതുവരെ നിലനിന്നിരുന്ന കേരള ചരിത്ര സഭയെ മറ്റു രീതിയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം അവതരിപ്പിക്കും. ഏതാണ്ട് അതേ വിധത്തിലുള്ള മറ്റൊരു അവതരണം പ്രൊഫസർ സുബ്ബരായു ദക്ഷിണേന്ത്യാ ചരിത്രത്തെ കുറിച്ച്, അതിൽ NGS സംഭാവനകളെ കുറിച്ച്, എങ്ങനെയാണ് NGS നിലപാടുകൾ, എങ്ങനെയാണ് കാഴ്ചപ്പാടുകൾ, എങ്ങനെയാണ് മറ്റൊരു തരത്തിലുള്ള ഒരു ചരിത്രരചന ദക്ഷിണേന്ത്യ ചരിത്രത്തിൽ സാധ്യമായത് എന്നുള്ളത് പ്രൊഫസർ സുബ്ബരായു അവതരിപ്പിക്കും. തുടർന്ന് ഒരുപക്ഷെ NGS ഏറ്റവും അധികം പങ്കെടുത്തിട്ടുള്ള, ഏറ്റവും അധികം അദ്ദേഹത്തിന്റെ നല്ലൊരു ശതമാനം ചരിത്ര ഗവേഷണ പ്രബന്ധങ്ങൾ നടത്തിയിട്ടുള്ള ലിഖിത വിജ്ഞാനീയത്തിൽ, എപ്പിഗ്രാഫി, ലിഖിത വിജ്ഞാനീയത്തിൽ NGS സംഭാവനകൾ, അദ്ദേഹം എങ്ങനെയാണ് ഒരുപക്ഷെ പലപ്പോഴും മൺമറഞ്ഞ് കിടന്നിരുന്ന അല്ലെങ്കിൽ പല രീതിയിൽ വായിക്കപ്പെട്ടിരുന്ന നമ്മളുടെ ഇവിടുത്തെ പഴയ ശാസനങ്ങളിൽ, രേഖകളിൽ എങ്ങനെയാണ് അതിനെ വിശകലനം ചെയ്ത് ഒരു ചരിത്ര നിർമ്മിതിയിലേക്ക് നയിച്ചത് എന്നുള്ളത്
പ്രൊഫസർ എം.ആർ. രാഘവാല് ഇവിടെ അവതരിപ്പിക്കും. തുടർന്ന് പ്രൊഫസർ മൈക്കിൾ തങ്കൻ NGSന്റെ രീതിശാസ്ത്രത്തെ കേന്ദ്രീകരിച്ചു. അദ്ദേഹത്തിന്റെ മെത്തഡോളജി, അദ്ദേഹത്തിന്റെ രീതിശാസ്ത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പ്രൊഫസർ മൈക്കിൾ തങ്കൻ അദ്ദേഹം നടത്തി. തുടർന്ന് നമുക്ക് 3 പ്രബന്ധങ്ങൾ കൂടിയുണ്ട്. അവ സമയം പോലെ ആണ് പിന്നെ എടുക്കുന്ന ഉച്ചകഴിഞ്ഞേണ്ടി വരും. പ്രൊഫസർ PR വേണുഗോപാൽ NGSന്റെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഗവൺമെന്റ് കോളേജ് കുട്ടനെല്ലൂരിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത എല്ലാവരുടെയും. അദ്ദേഹം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു മേഖല എന്ന് പറയുന്നത് സാമ്പത്തിക ബന്ധങ്ങളും രാഷ്ട്രീയ ഘടനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ്. NGSന്റെ ആ മേഖലയിലുള്ള NGSന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഒരു പ്രാചീന കാലത്തെ അല്ലെങ്കിൽ പ്രാചീന മധ്യകാലത്തെ ഭരണകൂടത്തിന്റെ നിർമ്മിതി അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഒരു നിർവചനം എങ്ങനെയാണ് NGS നടത്താൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം പ്രൊഫസർ PR വേണുഗോപാലൻ അവതരിപ്പിക്കും. തുടർന്ന് പ്രൊഫസർ അന്ന വർഗീസ്, അവര് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയാണ്. അവര് അതിനോടൊപ്പം തന്നെ NGSന്റെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ക്ഷേത്ര ശാസനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഗവേഷണമാണ് അവർ നടത്തിയിട്ടുള്ളത്. NGSന്റെ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ക്ഷേത്ര ശാസനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണം, അത് ഇവരുടെ ഒരു അനുഭവം, അതിന്റെ ഫലങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്, അവരുടെ ഗവേഷണ ഫലങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് അത് പ്രൊഫസർ അന്ന വർഗീസ് അവിടെ അവതരിപ്പിക്കും. ഏറ്റവും അവസാനം പ്രൊഫസർ KP രാമനുണ്ണി നമുക്ക് അറിയുന്ന സാഹിത്യകാരൻ. ഒരുപക്ഷെ NGSന്റെ ഇതിനോടൊപ്പം ഉള്ള ഒരു മേഖലയാണ്. തുടക്കത്തിൽ കവിത എഴുതി, അതുപോലെ തന്നെ സാഹിത്യ വിമർശനം എഴുതി ഒക്കെ രംഗത്ത് വന്ന ഒരാൾ എന്നുള്ള നിലയിൽ, സാഹിത്യാപരാധങ്ങൾ എന്നുള്ളൊരു പുസ്തകം എഴുതിയിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ NGSന്റെ സാഹിത്യവുമായിട്ടുള്ള ബന്ധം, ഒരു സാഹിത്യ വിമർശകൻ എന്നുള്ള രീതിയിലും ആസ്വാദകൻ എന്നുള്ള നിലയിലുമുള്ള NGSന്റെ ആ ഒരു നിലപാട് എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ശ്രീ KP രാമനുണ്ണി അദ്ദേഹം അവസാനം ഇവിടെ അവതരിപ്പിക്കും. ഇങ്ങനെ നമ്മൾ 7 പ്രബന്ധങ്ങളാണ്. ഒരാൾ കൂടി വരാനുണ്ടായിരുന്നത് പ്രൊഫസർ രാജൻ ഗുരുക്കൾ. അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഇവരും പറഞ്ഞ് ശാരീരികം എന്ന് പറയുന്നത് കൂടുതൽ ശരി, ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രൊഫസർ രാജൻ ഗുരുക്കളും ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ പരിവർത്തനത്തെക്കുറിച്ച്, അതുപോലെ സമൂഹ രൂപീകരണത്തെക്കുറിച്ചുള്ള NGSന്റെ നിലപാടുകൾ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. രാജൻ ഗുരുക്കൾ സാർ അദ്ദേഹത്തിന്റെ പ്രബന്ധം ഞങ്ങൾക്ക് തരാമെന്നുള്ളതാണ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. ഈ പ്രബന്ധം, ഈ അവതരണ പരമ്പര എല്ലാവരും സശ്രദ്ധം കേൾക്കണം. അതിനോട് നമുക്ക് പ്രതികരിക്കാനുള്ള സമയം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് സമയത്തിന്റെ ചില പരിമിതികൾ ഉണ്ടാവും. അത് മോഡറേറ്ററായിട്ട് ഞങ്ങൾ സാക്കിനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മോഡറേഷൻ ഇതിനിടയ്ക്ക് കൂടി നടക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരാൾ മോഡറേറ്റ് ചെയ്യണം. അതുകൊണ്ട് അതിനിടയ്ക്ക് കൂടി മോഡറേഷൻ ചെയ്യും. അപ്പോൾ ഈ മോഡറേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തുടങ്ങിയതിനു ശേഷം വൈകുന്നേരം 4-5 മണിക്ക് തീർക്കാവുന്നതാണ് എന്നുള്ള ഒരു ധാരണ. എല്ലാവരും സഹകരിക്കണമെന്നും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണമെന്നും ഉച്ചയ്ക്ക് ഭക്ഷണം അടക്കം അവിടെ ഉണ്ടാവുന്നതെന്നും അഭ്യർത്ഥിക്കുകയാണ്. സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനോടൊപ്പം തന്നെ ചർച്ച മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിക്കാൻ, ഇവിടെയുള്ള ഓഡിയൻസിൽ നിന്നുള്ള ആളുകളെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. അത് ഇത്രയും ഒരു തുടക്കം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് വേറെ ഉദ്ഘാടനം ചടങ്ങൊന്നും ഞങ്ങളോട് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു തുടക്കം എന്നുകൊണ്ട് ഞാൻ മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഡോക്ടർ PK സാഹിബിനെ ഈ ബാറ്റൺ ഏൽപ്പിച്ചു.
respected guys and dear friends, വ്യക്തമായ വിജയസിനെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് വഹിക്കുന്നു. പ്രൊഫസർ എം ജി പറഞ്ഞതുപോലെ മോഡറേഷൻ ആവശ്യമാണെന്ന് ഒരു സന്ദർഭമാണുള്ളത്. അതുകൊണ്ട് വാക്കുകളിൽ മിതത്വം പാലിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എം ജി എസ് ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എം ജി എസിന്റെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണമുണ്ട്. Leo, the use of history has embroidered many in her service, but inspired only a few. ചരിത്ര വേഗത ഒരുപാട് പേർക്ക് ജോലി സമ്പാദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും വളരെ കുറച്ചു പേരെ മാത്രമേ പ്രചോദിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളുടെ സാക്ഷിയായിട്ട് പറയുന്നു, ഇത് ചെറിയ നമ്മുടെ അദ്ദേഹം വരുത്തിക്കൊണ്ട് NGS was a real source of inspiration to almost all his students. ആ ഒരു തിരുനഗരത്തിലാണ് നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് എന്നത് പറഞ്ഞുകൊണ്ട് സമയം പാലിക്കേണ്ടതുള്ളതുകൊണ്ട് ആദ്യത്തെ പ്രബന്ധാവതരണത്തിനായിട്ട് സത്യേശ്വരി വർക്കാട്ടിനെ വെച്ചു. NGS ഓർമ്മയിൽ നമുക്ക് ഒരു NGS ചെയ്യാൻ പറ്റിയത് എന്താണ് ദിനേശൻ വിളിച്ചപ്പോ അദ്ദേഹം പഠിപ്പിച്ചത് നോക്കി ഇന്ന് തരില്ല നല്ലത് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് NGS ആൻഡ് റീകാസ്റ്റിംഗ് ഓഫ് കേരള ഹിസ്റ്ററി എന്ന വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാം. കേരള ചരിത്രത്തെ എങ്ങനെയെങ്കിലും കുറച്ച് വാർത്തകൾ റീകാസ്റ്റിംഗ് കുറച്ച് വാർത്തകൾ എന്നുള്ളത് അന്വേഷിക്കാനാണ് എന്നോട് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഒക്കെ ഞാൻ വിചാരിച്ച് കുറച്ച് വാർത്തകളാണ് എന്ന് പറയുന്നത്. തനിക്ക് മുമ്പുണ്ടായിരുന്ന ആ വിജ്ഞാന രൂപത്തെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മാറ്റി തീർത്തതിനെ കുറിച്ച് മാത്രമേ അങ്ങനെ പറയാനുള്ളൂ. അത്തരത്തിൽ ഒരു പാരഡൈസ് വരുത്തി തീർത്ത ചരിത്രകാരനാണ് പ്രൊഫസർ ജീസൺ. അങ്ങനെ അദ്ദേഹം കേരള ചരിത്രത്തെ കുറച്ച് വാർത്തകൾ എങ്ങനെയാണ് എന്ന് സംസാരിക്കാനാണ് നിങ്ങളെന്നോട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ 6, 7 ദശകങ്ങളിൽ പെരുമാക്കന്മാരെ പറ്റി NGS എഴുതിയ ഗവേഷണ പ്രബന്ധം വന്ന ആ കാലത്ത് കേരള ചരിത്രത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നോക്കിയാലേ അത് എന്തിനെയാണ് ഉടച്ചത് എന്ന് അറിഞ്ഞാലല്ലേ എങ്ങനെയാണ് അത് വാർത്തത് എന്നറിയാം. ആദ്യത്തെ ചരിത്രം എന്ന പേരിൽ കേരളത്തിൽ പ്രചരിച്ചിരുന്നത് ഐതിഹ്യങ്ങളായിരുന്നു. പരശുരാമനും ഉമാശ്രീഹയും മുക്കത്തുപോയവരും ഒക്കെ എന്ന ഒരു സ്വഭാവവും ഓടും എന്ന് വിചാരിച്ചു. ആദ്യകാലത്തെ പണ്ഡിതന്മാരുടെ ശ്രമം ഈ ഐതിഹ്യങ്ങളുടെ പിന്നിലെ വാസ്തുത
അന്വേഷിക്കുക. പരശുരാമൻ തമാശയെ അവർക്ക് കൊല്ലം മാസം തീയതി അന്വേഷിച്ചിട്ട് എന്ന് കണ്ടുപിടിക്കാനാണ് അവരൊക്കെ എഴുതിയിട്ടുള്ള ചരിത്രത്തിലാണ് ആ ഇടയ്ക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ആവശ്യമായ ഇന്റീരിയർ ഗസറ്റിയർ ഇന്റീരിയർ ഗസറ്റിയറിന്റെ ഭാഗമാണ് ഓരോ ജില്ലയും അതിന്റെ മാനുവൽ. മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ല ഉണ്ടാക്കിയത് അന്നത്തെ മലബാർ വില്ലൻ ലോകല്ലേ മലബാർ മാനുവൽ കൂട്ടത്തെ പറഞ്ഞിട്ട് മദ്രാസ് പ്രസിഡൻസിയിലെ പല ജില്ലകളുടെ മേലെ. പക്ഷേ അതിന് പരിമിതികളുണ്ടായിരുന്നു. ഒന്നാമത് അതിന് വേണ്ട വിവരങ്ങൾ ശേഖരിച്ചത് അതായത് അതിന് വിമർശനാത്മകമായിട്ട് ഗ്രഹിക്കാനുള്ള അങ്ങനെ തന്നെയാണ് ലോകത്തിന്റെ ആൻഷ്യൻ ഹിസ്റ്ററി ഫ്രം അതർ സോഴ്സസ് എന്നുള്ള അധ്യായത്തില് ഇതേ കഥകൾ തന്നെ മറ്റൊരു വിധത്തിൽ പറയുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും ലോകൻ ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ നിലയ്ക്ക് ലഭ്യമായ പല പ്രമാണങ്ങളിലും പ്രത്യേകിച്ച് ട്രീറ്റീസ് ആൻഡ് എൻഗേജ്മെന്റ്സ് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ആ കഥകൾ എഴുതിയത്, ചരിത്രം എഴുതിയത്. എന്നാലും ചേരമാൻ പെരുമാളെ മുഴുവനായിട്ട് ഒഴിവാക്കാൻ ലോകന് പറ്റിയില്ല. 825 AD 825 ചേരമാൻ പെരുമാള് കേരളം പകുത്ത് പുറത്തേക്ക് പോയത്. അന്നാണ് കൊല്ലവർഷം തുടങ്ങിയത് എന്ന് കേരള ചരിത്രത്തിന്റെ ഒരു ഷീറ്റ് ആങ്കർ എന്നുള്ള നിലയ്ക്ക് ഒരു ഡേറ്റും അദ്ദേഹം നിശ്ചയിച്ചു. അതിൻ്റെ മുകളിലാണ് പിൽക്കാല ചരിത്രകാരന്മാർ മുഴുവനും കെട്ടിപ്പടുത്തത്. ലോകൻ ഈ എഴുതിയതിനു ശേഷം വന്നത് കാര്യമായിട്ടുള്ള പല മാനുവലുകൾ. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ മറ്റു മാനുവലുകൾ ഉണ്ടായിരുന്നു. ആ മാനുവലുകളൊക്കെ ഒരു വിധത്തില് ഇത് ആവർത്തിക്കുക തന്നെയായിരുന്നു. ആ ആവർത്തനങ്ങളൊക്കെ ഭരണമാതിരി രണ്ടാമത് സംഭവിക്കുന്നതൊക്കെ ഫാൾസാവും എന്ന് പറയുന്ന മാതിരി ഫാൾസായിരുന്നു. ഏതായാലും ഈ ഒരു കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ, അച്യുതമേനോന്റെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന് സാധ്യമായതിൽ അപ്പുറം ചരിത്രം എഴുതണം എന്നുള്ള ഒരു പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് KP പത്മനാഭൻ കൊച്ചി രാജ്യ ചരിത്രം എഴുതുന്നത്. അതേപോലെ തന്നെ കേരള ചരിത്രത്തിന് വേണ്ട വിഷയങ്ങളൊക്കെ അദ്ദേഹം സമ്പാദിച്ചു. പക്ഷേ ഒരു തുടർച്ചയായ കേരള ചരിത്രം എഴുതാനുള്ള ധൈര്യം ഉണ്ടായില്ല. അപ്പൊ അദ്ദേഹം ആ വിവരങ്ങളൊക്കെ അദ്ദേഹം ശേഖരിച്ച വിവരങ്ങളൊക്കെ അന്ന് ഡച്ച് 17-ാം നൂറ്റാണ്ടിലെ കൊച്ചിയിലെ ഡച്ച് ചാപ്ലനായിരുന്ന ബീഷറുടെ കത്തുകൾ, ഒരു കുറിപ്പുകൾ എന്നുള്ള നിലയ്ക്കാണ് തയ്യാറാക്കിയത്. എന്നിട്ട് മരിക്കുന്ന സമയത്ത് TK കൃഷ്ണമേനോനെ ഏൽപ്പിച്ചു. കൃഷ്ണമേനോന് ഹിസ്റ്ററി ഓഫ് കേരള എന്നുള്ള എടുത്താൽ കൊണ്ടാത്ത ടൈറ്റിൽ വെച്ച് 4 വേൾഡുമായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതിനെ വാസ്തവത്തില് അങ്ങേയറ്റം വിമർശനത്തിന് വിഷയമായിട്ടുണ്ട്. പക്ഷെ ആ വിമർശനം മുഴുവനും കൃഷ്ണമേനോനുള്ളതാണ്, പത്മനാഭനുള്ളതല്ല. പത്മനാഭമേനോൻ അതിൽ കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിലും ചട്ടക്കൂട്ടിൽ മാറ്റമൊന്നും വന്നില്ല. ലോകൻ എഴുതിയ ചട്ടക്കൂട്ടിൽ മാറ്റങ്ങളൊന്നും വന്നില്ല. അതിന്ന്
അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിക്കാൻ നിന്നുണ്ട്. ഉദാഹരണത്തിന് പത്മനാഭനും പറയുന്നുണ്ട് 825-ലല്ല 823-ലാണ് ചേരമാൻ പെരുമാളും കത്ത് പോയത് എന്ന്. അത്തരത്തിലുള്ള ചില തർക്കങ്ങളൊക്കെ ഉള്ളത് ഒഴിവാക്കിയാൽ പത്മനാഭമേനോന്റെ ചട്ടക്കൂട്ട് ലോകിന്റെ ചട്ടക്കൂട്ട് തന്നെയായിരുന്നു. അവിടുന്ന് മാറി മുമ്പിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഒരു പക്ഷേ അത്ഭുതമായിട്ട് തോന്നും. കാരണം പത്മനാഭമേനോൻ മരിക്കണ 1919 ആവുമ്പോഴേക്ക് കേരള ചരിത്രം എഴുതാൻ വേണ്ടുന്ന തരത്തിലുള്ള ഒരുപാട് ശിലാലിഖിതങ്ങളും താമ്രശാസനങ്ങളും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തമിഴില് സംഘസാഹിത്യം എന്ന് പറയണ പാട്ടുകൾ ഇപ്പോൾ സ്വാമിനാഥ അയ്യരുടെയും അടികളുടെയും ദാമോദരൻ പിള്ളയുടെയൊക്കെ ശ്രമത്തിൽ ഇതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കനകസഭയെ പോലെയുള്ളവരെ 1904 തന്നെ തമിഴ് 1800 years ago എന്ന പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു PT ശ്രീനിവാസ അയ്യങ്കാർ. ഇവരൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് വാസ്തവത്തിൽ പത്മനാഭമേനോൻ എഴുതുന്നത്. വേണമെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് ലോകൻ എഴുതിയതിൻ്റെ അപ്പുറത്ത് കിടന്ന് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വരുത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന KP പത്മനാഭമേനോൻ അത് ചെയ്തില്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ വാസ്തവത്തിൽ കേരളം അങ്ങേയറ്റത്തെ പിന്നോക്ക അവസ്ഥയിലായിരുന്നു. ഇത് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാലത്താണ് തെക്കേ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിൽ ചരിത്രരചനയിൽ വലിയ പുരോഗതി നേടിയിട്ടുള്ളത്. കർണാടകത്തിലായാലും ആന്ധ്രയിലായാലും തമിഴ്നാട്ടിലായാലും വമ്പന്മാരായിട്ടുള്ള ചരിത്രകാരന്മാർ വളരെ പ്രധാനപ്പെട്ട ചരിത്രകൃതികളൊക്കെ എഴുതുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ പകുതിയിലാണ്. ദേശീയത കൊടികുത്തി വേണ ഈ കാലത്ത് ആ കാരണം കൊണ്ട് തന്നെ ഒരുപക്ഷെ ചരിത്രരചനയിൽ പ്രചോദനം വേണ്ടതായിരുന്നു. ഇന്ത്യയിലെ ബാക്കി ഭാഗങ്ങളിൽ RK മുഖർജി ആയാലും RC മജുംദാരായാലും അവരൊക്കെ ചരിത്രം എഴുതുന്നത് ഈ കാലത്താണ്. ദേശീയത എന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും തൊട്ടയൽവക്കത്ത് ഇത്ര വലിയ പുരോഗതി നടക്കുക, പൊതുവെ ഇന്ത്യയിൽ മുഴുവൻ പുരോഗതി നടക്കുക, ഈ ദേശീയ പ്രസ്ഥാനം ഇതുപോലെ ഇവിടെ ബാധിക്കുക, എന്നിട്ട് പോലും ഒരു പിന്നോക്കാവസ്ഥയിലാണ് കേരളത്തിൽ ഉണ്ടായത്. 1950-ലും 60-ലും ഒക്കെ സ്ഥിതി തന്നെയായിരുന്നു. ഇതിനൊരു മാറ്റം വരണത് ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോട് കൂടിയിട്ടാണ്. അന്ന് തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ, ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മഹാരാജാസ് കോളേജ് എന്നാണ് പറഞ്ഞത്. മഹാരാജാസ് കോളേജിൽ പൗരസ്ത്യ ഭാഷാ അധ്യാപകനായിരുന്ന എളംകുളം കുഞ്ഞൻപിള്ളയുടെ ഇടപെടലോട് കൂടിയിട്ടാണ് ഇത് നടന്നത്. വാസ്തവത്തിൽ ഉള്ളൂരും AR രാജരാജവർമ്മയും ഒക്കെ കൂടിയിട്ട് തിരുവിതാംകൂർ സർവകലാശാലയുടെ മലയാളം MA-യുടെ സിലബസ് പരിഷ്കരിച്ചു. മലയാളം MA-യുടെ സിലബസ് പരിഷ്കരിച്ചപ്പോൾ കേരള ചരിത്രം അതിൽ ഒരു നിർബന്ധ വിഷയമാക്കി തീർന്നു. സാധാരണ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള, ഞാൻ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാവർക്കും അറിയാം, പുതിയൊരു പേപ്പർ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളെ പഠിപ്പിക്കാൻ ഏൽപ്പിക്കുക. കാരണം മറ്റേ വമ്പന്മാരൊക്കെ ഇപ്പം മറ്റേ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയാണ് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ടീച്ചർ പഠിപ്പിക്കുക. പിന്നെ യൂറോപ്യൻ ഹിസ്റ്ററി. പുതിയൊരു പേപ്പർ കേരള ഹിസ്റ്ററി വന്നിട്ടുണ്ടെങ്കിൽ അത് ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ടീച്ചറെ പഠിപ്പിക്കാൻ ഏൽപ്പിക്കും. അങ്ങനെ എളംകുളത്തിനെയാണ് ഇത് പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത്. എളംകുളത്തിനെ പറ്റിയിട്ട് എളംകുളത്തിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള സ്റ്റുഡൻസ് ഞാൻ അറിയുന്ന ഒരു 3-4 ആളുടെ ആയിരുന്നു. കൊടുങ്ങല്ലൂർ എൻ്റെ സഹപ്രവർത്തകയായിരുന്നു പ്രൊഫസർ രാധയൊക്കെ എളംകുളത്തിൻ്റെ സ്റ്റുഡൻ്റാണ്. ഒരു അധ്യാപകൻ ലെക്ചറർ എന്നുള്ള നിലയ്ക്ക് 6 ബോറായിരുന്നു എളംകുളത്തിൻ്റെ ക്ലാസ്സുകൾ എന്ന് രാധ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ
രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ വളരെ ഇൻസ്പയറിങ് അല്ല എന്നുള്ളത് കൊണ്ട് കൂടുതൽ പഠിക്കാൻ അദ്ദേഹത്തിന് പറ്റി. രണ്ടാമത് ഈ പുതിയ പേപ്പർ, പക്ഷേ അദ്ദേഹം കേരള ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയിട്ട് ലോകനും പത്മനാഭനും എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊന്നുമല്ല ചരിത്രം. കാരണം അദ്ദേഹം അതിൻ്റെ മുമ്പ് തന്നെ വ്യാപരിച്ചിരുന്ന ഒരു വിഷയമാണ് കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങളും ഭാഷാ സാഹിത്യകൃതികളുടെ വളർച്ചയും. ഇതിനു വേണ്ടിയിട്ട് പഴയ സാഹിത്യകൃതികളും പഴയ ശിലാശാസനങ്ങൾ, താമ്രശാസനങ്ങളൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയണ രാജാക്കന്മാരും ഇല്ല, അവരുടെ ഭരണവും ഇല്ല, ഒന്നുമില്ലാതെ എന്ത് കേരള ഹിസ്റ്ററി തന്നെ. അദ്ദേഹം ഇത് മുഴുവനും രണ്ടാമത് എടുത്തു നോക്കിയപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് തീർച്ചയായി, 825 കേരളത്തിലെ കേന്ദ്രീകൃത ഭരണം അവസാനിക്കുകയല്ല ചെയ്യണത്, തുടങ്ങുകയാണ് ചെയ്യുന്നത്. പുതിയൊരു രാജവംശം 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മഹോദയപുരം തലസ്ഥാനമാക്കിയിട്ട് കേരളം ഭരിക്കാൻ തുടങ്ങുകയും ഏതാണ്ട് 300 കൊല്ലം തുടർച്ചയായി ഒരു കേന്ദ്രീകൃത ഭരണം കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു എന്ന് ഇളംകുളം അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. ഇത് വലിയൊരു മാറ്റമായിരുന്നു. പഴയ ലോകൻ പത്മനാഭമേനോൻ നിർമ്മിതിയിൽ നിന്ന് അങ്ങേയറ്റം മാറ്റം വരുത്തി തീർത്തതായിരുന്നു ഇളംകുളത്തിൻ്റെ ഈ കണ്ടുപിടുത്തം. എന്നിട്ട് അത് പിന്നെ പ്രജാക്ഷേമ തൽപരരും മറ്റേ സമാന ഭവനക്കാരുമായിട്ടുള്ള രാജാക്കന്മാർ ഏതാണ്ട് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ല, ഗോൾഡൻ ഏജ്. ഏത് ഗോൾഡൻ ഏജ് ആയാലും അതിന് ചില റെസിപ്പി ചേരുവകളൊക്കെ ഉണ്ട്. ആ ചേരുവകൾ മുഴുവനും നിറഞ്ഞിട്ടുള്ള ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു ഈ രാജാക്കന്മാരുടെ ഭരണം. ഈ രാജാക്കന്മാർക്ക് എല്ലാവർക്കും കുലശേഖരൻ എന്ന് ബിരുദമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന് കുലശേഖര സാമ്രാജ്യം എന്ന് പേരിടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് MGS ചരിത്ര ഗവേഷണ രംഗത്തിലേക്ക് വരുന്നത്. 1960 ആദ്യം. അന്ന് സാമൂഹിക കോളേജിൽ ഇൻ്റർമീഡിയറ്റ് മാത്രമേ ഉള്ളൂ, BA കൂടി ഇല്ല. ഇൻ്റർമീഡിയറ്റ് മാത്രമുള്ള കാലത്ത് അവിടെ ലെക്ചറായിരുന്നു MGS. UGCയുടെ ഒരു ഫെലോഷിപ്പ് കിട്ടിയിട്ട് തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യാൻ പോയി. അന്ന് തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രിൻസിപ്പലായിരുന്ന നാരായണപിള്ള സാറ്. നാരായണപിള്ള സാറ് ഹിസ്റ്ററി പ്രൊഫസറാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഹി വാസ് ഇന്നസെൻറ്റ് ഓഫ് എനി ഹിസ്റ്ററി. പക്ഷെ അദ്ദേഹത്തിന് അത് അറിയായിരുന്നു. അദ്ദേഹം MGS കടലാസം കൊണ്ട് ചെന്നപ്പോൾ ഞാനൊക്കെ ഒപ്പിട്ട് തരാം, പക്ഷെ എന്നോട് ഇതൊന്നും സംശയമൊന്നും ചോദിക്കാൻ വരരുത്, എനിക്ക് യാതൊന്നും അറിയില്ല. ഇനിയിപ്പോൾ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഇവിടുത്തെ മലയാളം സാറുണ്ട്, കുഞ്ഞമ്പിള്ള സാറ്, അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം, ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറയും. പക്ഷേ അത്രയല്ല, MGS എന്നോട് പറഞ്ഞിട്ടുണ്ട്, വളരെ സ്നേഹമായിരുന്നു, കാശിനും വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും നാരായണപിള്ള സാർ ചെയ്തു കൊടുത്തു. ഇളംകുളത്തിൻ്റെ അടുത്താണ് MGS പഠിച്ചത്. ഇളംകുളത്തിൻ്റെ അടുത്ത് പഠിച്ച് പട്ടെഴുത്ത് പഠിച്ചു, ഓലെഴുത്ത് പഠിച്ചു, തമിഴ് ഒന്നുകൂടി നന്നാക്കി, സംസ്കൃതം ഒന്നുകൂടി നന്നാക്കി. സംസ്കൃതം ഏട്ടനുണ്ണി രാജാവിൻ്റെ അടുത്തൊക്കെ പഠിച്ചിട്ട് സംസ്കൃതം അറിയായിരുന്നു, പക്ഷെ അതൊന്നുകൂടി നന്നാക്കി. അങ്ങനെ പഴയ രേഖകൾ മുഴുവനും കൈകാര്യം ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് സ്വയം ഉണ്ടാക്കി. അതുണ്ടാക്കി ഇളംകുളം ഉപയോഗിച്ച അതേ രേഖകൾ പുനർവായനയ്ക്ക് വിധേയമാക്കി. എന്ന് മാത്രമല്ല, അതിൽ കൂടുതൽ രേഖകളുണ്ടെന്ന് മനസ്സിലാക്കി പലതും നേരിട്ട് പോയി പകർത്തിയെടുത്തു. ചിലത് അപ്രകാശിതമായിട്ടുള്ളത് മൈസൂർ എപ്പിഗ്രാഫിക്സ് ഓഫീസിൽ ചെന്ന് അവിടെ നിന്നുള്ള സ്റ്റാമ്പേജിൽ നിന്ന് പകർത്തിയെടുത്തു. ഇളംകുളം ഏതാണ്ട് 90-ൽ താഴെ ഇൻസ്ക്രിപ്ഷൻസ് ഉപയോഗിച്ചത് തികച്ചും 150 MGS ഉപയോഗിച്ചു. അതിപ്പോൾ ഒരു 60 കൂടി അധികം ടോളറേറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതല്ല അതിലത്തെ വ്യത്യാസം. ഡാറ്റാബേസ്, ചരിത്രത്തിൻ്റെ ഡാറ്റാബേസ് കുറേ കൂടിയും വിപുലമായി കോംപ്രിഹെൻസീവായിട്ടുള്ള ഡാറ്റാബേസ് ഉണ്ടായി. അതിനെ കൂടുതൽ ക്രിട്ടിക്കലായിട്ട്
ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ദർഭത്തിനനുസരിച്ച് അതാത് സന്ദർഭത്തിൽ വെച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ള തരത്തിൽ അതിനെ വിശദമായിട്ട് അപഗ്രഥിച്ചു. ഈ ഒന്ന് കളക്ഷൻ ഓഫ് ഡേറ്റ, രണ്ട് അനാലിസിസ് ഓഫ് ഡേറ്റ, ഇതിൽ രണ്ടിലും MGS ഇളംകുളത്തിനെക്കാട്ടിലും വളരെ മുമ്പിലേക്ക് പോയി. ഇങ്ങനെ ഇൻസ്ക്രിപ്ഷൻസ് ഉപയോഗിച്ച അതേപോലെ തന്നെ സാഹിത്യകൃതികളും MGS ഉപയോഗിച്ചു. ഇളംകുളത്തിന് മൂഷികവംശത്തിനെ പറ്റിയിട്ടുള്ള ബോധം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ മൂഷികവംശം ഈ കാലത്ത് കേരള ചരിത്രത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രമാണ ഗ്രന്ഥമാണ് എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ട് അതിനെ പ്ലേസ് ചെയ്യണത് MGS ആണ്. അങ്ങനെ കോലത്തനാടിൻ്റെ ചരിത്രം ഈ മഹോദയപുരത്തെ ചേരരാജാക്കന്മാരുടെ കാലത്തെ കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ മൂഷികവംശം പഠിച്ചതോടുകൂടി MGSന് സാധിച്ചു. അങ്ങനെ അതേപോലെ തന്നെ തമിഴിലുള്ള സാഹിത്യകൃതികൾ ചേരമാൻ പെരുമാൾ നായനാരുടെയും കുലശേഖര ആഴ്വാരുടെയും ഒക്കെ കൃതികൾ, ആദിയുല, പൊൻവണ്ണത്തൊന്താതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള തിരുവാരൂർ ഊമണിക്കോവൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചേരമാൻ പെരുമാളുടെ കൃതികളും, അതേപോലെ തന്നെ കുലശേഖര ആഴ്വാരുടെ പെരുമാൾ തിരുമൊഴി എന്ന് പറഞ്ഞ തമിഴ് കൃതി, പൂന്തമാല എന്ന് പറഞ്ഞ സംസ്കൃത കൃതി, ഇതൊക്കെ ഉപയോഗിച്ച് ഒരു എന്താ പറയുക, ഒരു വലിയ വാക്ക് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ സർവങ്കഷമായ ഒരു ചരിത്ര രചനയാണ് MGS നടത്തുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ MGS മറ്റൊരു കാര്യം ചെയ്തു. വെറും ഐതിഹ്യങ്ങളുടെ കൂമ്പാരം എന്നുള്ള നിലയ്ക്ക് തള്ളിക്കളഞ്ഞതായിരുന്നു കേരളത്തെ ലോകൻ ഫെറാഗോസ് ലെജൻഡറി നോൺസെൻസ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ സാധനം. ഇളംകുളം 17-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലോ ഏതോ ഒരു നമ്പൂതിരി സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തീർത്ത കള്ളക്കഥയാണ് എന്നുള്ള നിലയ്ക്ക് ഇളംകുളവും ഒക്കെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഇതിനെ ഒരു ജനവർഗത്തിൻ്റെ ഓർമ്മയെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു രേഖ ഏറ്റെടുത്ത് കാണിച്ച് അതിനെ എക്സാമിൻ ചെയ്യുമ്പോൾ ഇതിലുള്ള പലതും ഇതുമായിട്ട് യോജിച്ച് വരുന്നുണ്ട്. ഇപ്പം 4 കളിയെ പറ്റിയിട്ടുള്ളതാവട്ടെ, 64 32 64 ബ്രാഹ്മണ ഗ്രാമങ്ങളെ പറ്റിയിട്ടുള്ള കഥകളാവട്ടെ, ഇതൊക്കെ നമ്മുടെ ഇൻസ്ക്രിപ്ഷൻസും പറയുന്നുണ്ട്. അപ്പോൾ കേരളോത്പത്തിയെ പറ്റി നോക്കുമ്പോൾ ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ് എന്നുള്ള തരത്തിലുള്ള കറുപ്പിനും വെളുപ്പിനും ഇടയിലുള്ള ഒരുപാട് ഗ്രേ ഏരിയകൾ ഇതിൽ നമുക്ക് കാണേണ്ടതാണ് എന്നും ഇത് തന്നെയാണ് ചരിത്ര പാരമ്പര്യത്തിൻ്റെ ധർമ്മം എന്നും MGS കാണിച്ചു. ഇങ്ങനെ ചരിത്ര രചനയുടെ ആദ്യത്തെ 2 ഘട്ടങ്ങളായ പ്രമാണ സമ്പാദനത്തിലും അവയുടെ വിമർശനാത്മക പഠനത്തിലും MGS ഏറെ മുമ്പിലെത്തി. എന്നിട്ട് എന്താണ് അദ്ദേഹം സാധിച്ചത്? ഒന്നാമത് ആർജവം തന്നെ. MGSന്റെ PhD തീസിസ് PhD ഫോമിൽ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും. അതിൻ്റെ ടൈറ്റില് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് കേരള അണ്ടർ ദ കുലശേഖര എംപയർ എന്നുള്ളതാണ്. അതിലത്തെ പ്രിഫേസ് വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും. അതിലത്തെ ആദ്യം ചെയ്യണത് ഈ ടൈറ്റിലിനെ റിജക്റ്റ് ചെയ്യലാണ്. അന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. കേരള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ടൈറ്റിലില്ല അല്ലാതെ നിങ്ങൾ ഫീസ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ബ്യൂറോക്രാറ്റിക് പ്രൊസീജിയർ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതേ ടൈറ്റിലിൽ തന്നെ അദ്ദേഹം സബ്മിറ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇറ്റ് വാസ് നൈദർ കുലശേഖര നോർ ആൻ എംപയർ. കുലശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ രാജാക്കന്മാർക്കും ടൈറ്റിലുണ്ടായിരുന്നില്ല, ഇതൊട്ടൊരു സാമ്രാജ്യമായിരുന്നില്ല എന്നുള്ള തരത്തിൽ. അതായത് അവനവൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ടിനെ തള്ളിക്കളയാനുള്ള ആർജവമുണ്ടല്ലോ, ആ ആർജവമാണ് MGS ഈ പ്രമാണ സമ്പാദനത്തിലും
അതിടെ വിമർശനാത്മകമായ പഠനത്തിലും വരുത്തിയിട്ടുള്ള മുന്നോട്ട് പോക്കിൻ്റെ ആദ്യമായിട്ടുള്ള ഫലം. കൊല്ലവർഷ ആരംഭകാലത്തെ പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ തെക്കേ ഇന്ത്യയിലെ ഈ ഒരു ഭാഗത്ത് കിടന്ന ഈ ചെറിയ രാജ്യത്തിന് സാമ്രാജ്യം എന്ന് പറയാൻ വയ്യ. വംശപ്രതിഷ്ഠാപകനായി ഒരു കുലശേഖരനെ കാണാനില്ല. മറ്റ് രാജാക്കന്മാർ ഒരേ ഒരാൾക്ക് മാത്രമേ കുലശേഖരൻ എന്നൊരു ബിരുദവും ഉള്ളൂ. അതുകൊണ്ട് ഇത് കുലശേഖര സാമ്രാജ്യമല്ല. ഇങ്ങനെ വെറുതെ ഒരു പേരിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള തർക്കമുണ്ട്. ആ പേര് ശരിയല്ല, അതല്ല. അസുഖത്തിൽ ഒരു എന്താ പറയുക, നമ്മൾ പറയാറില്ല, ഈ ഒരു വാക്ക് പിടിച്ചിട്ട് വെറുതെ തർക്കിക്കുക എന്നുള്ളത് അതല്ല. ഇത് സാമ്രാജ്യമല്ല എന്ന് പറയുന്നതിന് ആ സ്റ്റേറ്റിനെ പറ്റി മനസ്സിലാക്കുന്നതിൽ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ട്. അത് തൊട്ട് കിഴക്ക് ഭാഗത്ത് ചോഴ സാമ്രാജ്യവും വടക്ക് കിഴക്ക് ഭാഗത്ത് രാഷ്ട്രകൂട സാമ്രാജ്യവും കൊടി കുത്തി വാണിരുന്ന ആ കാലത്ത് കേരളത്തിന് സാമ്രാജ്യം എന്നൊന്നും പറയാൻ നിർത്തിയില്ല. അതേപോലെ രാജാക്കന്മാരുടെ കാലഗണനയും കാര്യമായിട്ട് അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ചേര ചോഴ ബന്ധങ്ങളെ പറ്റിയിട്ട് എളംകുളം പറഞ്ഞിട്ടുള്ളതിൽ വരുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തിരുത്തലാണ്. എളംകുളം ചേരന്മാരും ചോഴന്മാരും തമ്മിൽ 100 കൊല്ലം നീണ്ടു നിന്ന ഒരു നൂറ്റാണ്ട് യുദ്ധം ഇവിടെ നടന്നിരുന്നു എന്നുള്ള സങ്കല്പമാണ്. വാസ്തവത്തിൽ ബ്രിട്ടീഷ് ഹിസ്റ്ററിയൊക്കെ വായിച്ചിട്ടുള്ള ആരോ പറഞ്ഞു കൊടുത്തിട്ട് 100 years വാർ എന്നുള്ള വാക്ക് അദ്ദേഹം കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഹിസ്റ്ററിയിലോ ഹിസ്റ്റോറിക്കൽ മെത്തേഡിലോ ഒന്നും ട്രെയിനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 100 years വാർ എന്നുള്ള ശബ്ദം എവിടെയൊക്കെ കേട്ടു, ഇവിടെ 100 കൊല്ലം ഉണ്ട് എന്നുള്ളൊരു. അപ്പം ആ 100 years വാർ ഇവിടെയും അദ്ദേഹം വെച്ച് താങ്ങി. അതാണ് ഉണ്ടായത്. പക്ഷേ ഈ 100 years വാറിൻ്റെ ഫലമായിട്ട് എളംകുളത്തിൻ്റെ നോട്ടത്തിൽ കേരളത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടായി. ഒന്ന്, കേരളത്തിൽ ജന്മി സമ്പ്രദായത്തിൻ്റെ കാരണം 100 കൊല്ലം ഇവിടെയുള്ള തടിമിടുക്കുള്ള ആണുങ്ങളൊക്കെ യുദ്ധത്തിന് പോയപ്പോൾ അവരുടെ ഭൂമി മുഴുവനും ഈ സൂത്രക്കാരായിട്ടുള്ള നമ്പൂതിരിമാർ തട്ടിയെടുത്തിട്ട് അതൊക്കെ നമ്പൂതിരി ജന്മിമാരുടെ ജന്മം ആയി തീർന്നു. അതേപോലെ മരുമക്കത്തായും ഈ ആണുങ്ങൾ ബോഡിയിലായിട്ടുള്ള ആണുങ്ങളൊക്കെ പടക്കി പോയപ്പോൾ മണ്ണ് പോലെ തന്നെ പെണ്ണും ആർക്കും തണ്ടാടാൻ പറ്റിയിട്ടുള്ള സാധനമായി. അങ്ങനെ മരുമക്കത്തായ ഉണ്ടായി. അങ്ങനെ ഈ നൂറ്റാണ്ട് യുദ്ധം എന്ന് പറയണ ഈ വലിയ ഒരു വിപത്തിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടാണ് എളംകുളം പറഞ്ഞിരുന്നത്. NGS ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ ഇതൊന്നും ശരിയല്ല എന്ന് മനസ്സിലായി. നമ്മളിവിടെ നൂറ്റാണ്ട് യുദ്ധം എന്നുള്ളത് സാധ്യമല്ല. കാരണം ചോഴ സാമ്രാജ്യം എവിടെ കിടക്കണു, ഇത്ര പോന്ന ഈ ചേരന്മാർ എവിടെ കിടക്കണു, അവർ തമ്മിൽ 100 കൊല്ലം യുദ്ധം ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. അത് ലോജിക്കല്ല. രേഖകളനുസരിച്ചും അത് ആദ്യകാലത്തൊക്കെ ചേരന്മാരും ചോഴന്മാരും തമ്മിൽ ചേരന്മാർ വിധേയഭാവത്തിൽ നിന്നിട്ടുള്ള തരത്തിലുള്ള ഒരു അടുപ്പാണ്. അത് കഴിഞ്ഞിട്ട് കുറേ കാലം ചോഴന്മാർ, പ്രത്യേകിച്ച് രാജരാജൻ്റെ 8ാമത്തെ കൊല്ലം മുതൽ ചോഴന്മാർ കേരളത്തിനെ അടക്കി വേണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റിക്കവർ ചെയ്തു. അങ്ങനെ 2-3 ഘട്ടങ്ങൾ ചേര ചോഴ ബന്ധങ്ങളിൽ ഉണ്ടായത് NGS. അപ്പോൾ അങ്ങനെ നൂറ്റാണ്ട് യുദ്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ നൂറ്റാണ്ട് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് നടന്നിട്ടുള്ളത് ഫലമായിട്ട് എന്ന് എളംകുളം പറയുന്ന വസ്തുതകൾക്കൊക്കെ മറ്റുള്ള എക്സ്പ്ലനേഷൻ വേണം. അതും NGS കൊടുത്തിട്ടുണ്ട്. ഫ്യൂഡൽ പ്രവണതകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ മരുമകത്തായ എന്ന് പറയുന്നത് പണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ്. ഈ അങ്ങനെ ഒരു വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ ഘടനയിലും NGS പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നിർദ്ദേശിച്ചു.
അതിൽ ഒരു പ്രധാനപ്പെട്ട ഇതെന്താന്ന് വെച്ചാൽ ഈ നാടുടയവർ എന്ന് പറയുന്നത് ഈ ലിറ്റിൽ കിങ്സ് എന്ന് പറയുന്നത് എന്തല്ല, കൊലത്ത് നാട് മുതൽക്ക് വേണാട് വരെയുള്ള ചെറിയ ചെറിയ നാടുവാഴികൾക്ക് രാഷ്ട്രീയ ഘടനയിൽ ഇളങ്കളം സങ്കല്പിച്ചതിനേക്കാട്ടിലധികം ശക്തിയുണ്ട് എന്ന് MGS മനസ്സിലാക്കി. രണ്ടാമത് മനസ്സിലാക്കിയത് ഈ ഗ്രാമങ്ങൾ, ഈ ഊര്, സഭ എന്നൊക്കെ പറയണ ഇത് ഇളങ്കുളത്തിൻ്റെ നോട്ടത്തിൽ ഇത് എല്ലാ ജാതിയിലുള്ള ആൾക്കാരും അംഗങ്ങളായിരുന്ന സമിതികളായിരുന്നു. MGS വ്യക്തമായിട്ട് നോക്കിയപ്പോൾ ഇത് എക്സ്ക്ലൂസീവ്ലി ബ്രാഹ്മണന്മാർ മാത്രം അംഗങ്ങളുള്ള സഭകളായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വഭാവം തന്നെ മാറണം. ഇവിടുത്തെ ഭൂവുടമ സമ്പ്രദായത്തിൻ്റെയും ഇവിടുത്തെ രാഷ്ട്രീയ ഘടനകളെയും ഒക്കെ ഇങ്ങനെ ഇവിടുത്തെ ഈ സാമ്പത്തിക സാമൂഹ്യ മേഖലകളെ പറ്റിയിട്ടുള്ള പഠനത്തിന് MGS ചെയ്തിട്ടുള്ള മറ്റൊരു ഇത് ഇന്ത്യ ചരിത്രത്തിൻ്റെ വലിയ ആ സന്ദർഭത്തിൽ ലാർജർ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി അവതരിപ്പിക്കുകയാണ്. ആ കാലത്താണ് അപ്പോൾ RS ശർമ്മയുടെ ഒക്കെ ഇന്ത്യൻ ഫ്യൂഡലിസം എന്നുള്ള തീസിസ് ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ കേരള ചരിത്രത്തിന് അവഗ്രഹിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇങ്ങനെ MGS നടന്നു. അതേപോലെ കേരളത്തിലെ വാണിജ്യത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ കൾച്ചറൽ സിംബോളസിസ് എന്ന് പറഞ്ഞ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം. ജൂത വാണിജ്യം, അതേപോലെ തന്നെ സുറിയാനി ക്രിസ്ത്യാനികളുള്ള വാണിജ്യം, ആ വാണിജ്യത്തിനെ അനലൈസ് ചെയ്തിട്ട് അതിന് ശരിക്കും സാമ്പത്തികമായ പ്രാധാന്യം കാണിച്ചു. ഇപ്പോൾ അതുവരെ ചരിത്രം എഴുതിയിട്ടുള്ള ശ്രീധരമേനോൻ്റെ പുസ്തകം ഉദാഹരണത്തിന് മതങ്ങളുടെ സംഗമം എന്ന് പറഞ്ഞിട്ടുള്ള ഇതെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ രാജാക്കന്മാരുടെ മതസഹിഷ്ണുതയുടെ വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് കണ്ടില്ലേ. നമ്മുടെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ഒരുപോലെ സ്ഥാനം കൊടുത്തു എന്നുള്ളത് MGS പറഞ്ഞു. ഇതങ്ങനെ മതസഹിഷ്ണുതയും ഔദാര്യമൊന്നുമല്ല, ഇത് കാശിന് ആവശ്യമായപ്പോൾ കാശും കൊണ്ട് വന്നിട്ടുള്ളവർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. MGSന്റെ ഒരു വാചകം ഏത് കാലത്തും സ്വർണം കൊണ്ട് എഴുതി വെക്കേണ്ട ഒരു വാചകമുണ്ട്. ചാരിറ്റി ബിഗാൻ അറ്റ് ദ മാർക്കറ്റ് പ്ലേസ്. ഫോർ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ us to say that charity began at home. For us who practice untouchability, it will be impossible for us to say that charity began at home. ഈ ഒരു എന്താ പറയുക യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള ചരിത്ര രേഖകളെ പറ്റിയിട്ടുള്ള ഒരു സമീപനം ഇതിൽ ഇളംകുളത്തിൻ്റെ മറ്റൊരു ധാരണയെ മാറ്റി തീർത്തത് ഈ നാട്ടുകൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ട് ഇളംകുളത്തിൻ്റെ സങ്കല്പമാണ്. ഈ സഭകളുടെ മീതെ ഒരു നാട്ടുകൂട്ടം ഉണ്ടായിരുന്നു എന്ന് ഇളംകുളം സങ്കല്പിക്കുന്നു. വാസ്തവത്തിൽ അതങ്ങനെ നാട്ടുകൂട്ടമൊന്നുമല്ല. ഈ 600 പേർ 500 പേർ 300 പേർ എന്നൊക്കെ പറയണത് അതായത് നാടുവാഴികളുടെ അംഗരക്ഷകന്മാർ മാത്രമായിരുന്നു എന്നും കേരളത്തിലെ പിൽക്കാലത്തുണ്ടായിരുന്ന നായർ പടയാളികളുടെ ഒരു പൂർവ്വരൂപം എന്നുള്ള നിലയ്ക്ക് ഈ 100 ഓർഗനൈസേഷൻസിനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ദേവദാസി സമ്പ്രദായം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മരുമക്കത്തായം, ജന്മസമ്പ്രദായം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പുതിയ തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് സാധിച്ചു. അന്നത്തെ സാംസ്കാരികവും ബുദ്ധിപരവുമായ അവസ്ഥയെക്കുറിച്ച് ഉദാഹരണത്തിന് മാത്തമാറ്റിക്സിൽ ശങ്കരനാരായണൻ്റെ സംഭാവനകളോ അതേപോലെ തന്നെ ഫിലോസഫിയിൽ സർവജ്ഞാത്മൻ്റെ സംഭാവനകളോ നാടകത്തിലെ കുലശേഖരൻ്റെ സംഭാവനകളോ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി എന്നുള്ള നിലയ്ക്കും
MGS അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും, എവിടെയാണ് MGS വേറിട്ട് നിൽക്കുന്നത്? എന്നോട് പറഞ്ഞില്ലേ എങ്ങനെ ഉടച്ചു വാർത്തത്? വളരെ ലളിതമായിട്ട് അതിന് ഉത്തരം പറയാം. ചരിത്ര പ്രമാണങ്ങൾ സമഗ്രമായി തേടി പിടിച്ചു. അവയെ നിങ്ങൾക്കും എനിക്കും പരിശോധിക്കാവുന്ന വിധത്തിൽ ശാസ്ത്രീയമായി സത്യസന്ധമായി വ്യാഖ്യാനിച്ചു. ചരിത്രത്തിലെ സത്യം പറഞ്ഞു എന്നല്ല, അതിൻ്റെ വ്യാഖ്യാനത്തിൽ സത്യസന്ധത കാണിച്ചു. ഈ വ്യാഖ്യാനങ്ങളുടെ ഫലമായി കിട്ടിയ വിവരങ്ങളുടെ ശകലങ്ങളെ കാര്യകാരണ ബന്ധത്തോടെ കോർത്ത് കിട്ടി. അതായത് കോസൽ റിലേഷൻഷിപ്പ്, ഹിസ്റ്ററിയിലെ കോസേഷൻ എന്നുള്ളത് അവിടെ നടക്കും. ഈ ചെയ്തതിൻ്റെ ശക്തമായ ഒരു ചരിത്ര ദർശനത്തിൻ്റെ ഉൾക്കാഴ്ചയും ഉൾപ്പെടും. അങ്ങനെ കേരള ചരിത്രം എന്ന വിജ്ഞാന രൂപം അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചു. ഇതൊക്കെ കൂടി ചുരുക്കി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ചരിത്ര രചനാ പദ്ധതി അനുസരിച്ച് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് അദ്ദേഹം ചരിത്രം എഴുതി. ഇതാണ് അദ്ദേഹം കേരള ചരിത്രത്തിൽ നടത്തിയ ഉടച്ചുകൊടുക്കൽ. നമസ്കാരം. താങ്ക് യു പ്രൊഫസർ വെളുത്താട്ട്. ഇനി അടുത്തത് സുബ്ബരായലുവിൻ്റെ പ്രസൻറ്റേഷനാണ്. അതിനു മുമ്പ് ഒരു 10 മിനിറ്റ് ചായ പിറകിൽ റെഡിയാക്കിയിട്ടുണ്ട്. 10 മിനിറ്റ് മാത്രം.